കോഴിക്കോട് നഗരത്തിൽ നിന്നും 20 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു പട്ടണമാണ് മാവൂർ. ചാലിയാർ പുഴയുടെ തീരത്താണ് മാവൂർ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 26,000 ആളുകൾ മാവൂരിൽ താമസിക്കുന്നു. വളരെ ജനത്തിരക്ക് കൂടിയ ഒരു പട്ടണമാണ് മാവൂർ. മാവൂർ പട്ടണത്തിൻ്റെ ഒത്ത മധ്യത്തിൽ 300 ഏക്കറിലധികം സ്ഥലം ബിർളയുടെ ഗ്വാളിയർ റയോൺസ് എന്ന ഫാക്ടറിക്ക് വേണ്ടി വിട്ടുകൊടുത്തിരുന്നു. അതുകൊണ്ട് മാവൂരിൽ ഇപ്പോൾ നിന്ന് തിരിയാൻ സ്ഥലമില്ല. കേരള ഗവൺമെൻറ് ഓഫർ ചെയ്ത ഒരു കോളേജ് പോലും മാവൂരിന് നഷ്ടപ്പെട്ടത് പഞ്ചായത്തിന് ഒരു സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. മുംബൈ ആസ്ഥാനമായ ബിർള ഗ്രൂപ്പിൻ്റെ ഒരു ഫാക്ടറി മാവൂരിൽ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് 60 വർഷം മുമ്പാണ്. അന്നത്തെ കാലത്ത് കേരളത്തിൽ വൻകിട ഫാക്ടറികൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, എന്താണ് വൻകിട വ്യവസായം എന്ന് മലയാളികൾക്ക് അറിയുകയും ചെയ്യുകയില്ലായിരുന്നു. ഏതായാലും കോഴിക്കോട് ജില്ലയുടെ വികസനത്തിന് ഒരു ഫാക്ടറിയുടെ ആവശ്യകത അന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീ EMS നമ്പൂതിരിപ്പാടിന് ബോധ്യപ്പെടുകയും അദ്ദേഹം ബിർള കമ്പനിയെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മാവൂരിൽ ഗ്വാളിയർ റയോൺസ് എന്ന ഫാക്ടറി ആരംഭിച്ചത്. മാവൂർ എന്ന കൊച്ചു ഗ്രാമത്തിന് വമ്പിച്ച മാറ്റമുണ്ടാക്കാൻ ഈ ഫാക്ടറിക്ക് സാധിച്ചു. 1-2 ഷോപ്പ് മാത്രമുണ്ടായിരുന്ന മാവൂർ ഗ്രാമം ഒരു പട്ടണമായി മാറിയത് ഗ്വാളിയർ റയോൺസ് വന്നതോടുകൂടിയാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ ജോലി കിട്ടുകയും ചെയ്തു. എന്ന് മാത്രമല്ല, മാവൂർ ഗ്വാളിയർ റയോൺസിലുണ്ടായിരുന്ന തൊഴിലാളികൾ പലരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടായിരുന്നവരായിരുന്നു. വിദേശികൾ പോലും ഇവിടെ ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് മാവൂർക്കാർക്ക് വമ്പിച്ച നഗരവൽക്കരണവും അനുഭവപ്പെടാൻ ഈ ഫാക്ടറി കാരണമായി. സ്കൂളും ഹോസ്പിറ്റലുമൊക്കെ ഇവിടെ തുടങ്ങി. ജീവനക്കാർക്ക് താമസിക്കുവാൻ ക്വാർട്ടേഴ്സുകളും ധാരാളമായി ഉണ്ടാക്കി. ആദ്യമായി മാവൂരിൽ വൈദ്യുതി എത്തുവാനും ഗ്വാളിയർ റയോൺസ് കാരണമായി. ഇന്ത്യയുടെ മാപ്പിൽ കോഴിക്കോടിന് പ്രത്യേകമായ സ്ഥാനം ലഭിച്ചതും മാവൂർ ഗ്വാളിയർ റയോൺസ് കമ്പനിയുടെ പ്രാധാന്യം കൊണ്ടാണ്. കമ്പനി വന്നതോടുകൂടി തെങ്ങിലക്കടവിൽ പുഴക്ക് പാലം ഉണ്ടാക്കുകയും ചെയ്തു. പണ്ട് മാവൂരിലുള്ള ആളുകൾ എല്ലാ ആവശ്യങ്ങൾക്കും ചാലിയാറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ജലമാർഗമുള്ള ഗതാഗതം മാത്രമേ മാവൂർക്കാർക്ക് പരിചയമുണ്ടായിരുന്നുള്ളൂ. അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളും കല്ലും കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയിരുന്നത് ബോട്ടും തോണിയും ഉപയോഗിച്ചായിരുന്നു. മാവൂരിൽ ഗ്വാളിയർ റയോൺസ് വന്നതോടുകൂടി ബസ് സർവീസ് ആരംഭിച്ചു. ആദ്യമായി ഈ റൂട്ടിലോടിയ ബസ് ദേവിപ്രസാദ് എന്ന കമ്പനിയുടേതായിരുന്നു. പണ്ട് കണ്ണിപ്പറമ്പ് ശിവക്ഷേത്ര ദർശനത്തിന് വേണ്ടി സാമുദ്രി രാജാവ് ഉപയോഗിച്ച നാട്ടുപാതയാണ് ഇപ്പോഴത്തെ മാങ്കാവ് കണ്ണിപ്പറമ്പ് റോഡ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായ EMS നമ്പൂതിരിപ്പാട് സർക്കാർ 60 വർഷം മുമ്പ് ബിർളക്ക് മാവൂരിൽ ഒരു കമ്പനി തുടങ്ങുവാനുള്ള സ്ഥലം അനുവദിച്ചു. 10,000-ലധികം ആളുകൾക്ക് ജോലി ലഭിച്ചു. മാവൂരിൽ വമ്പിച്ച സമൃദ്ധി ഉണ്ടായി. കോഴിക്കോട് നഗരത്തിന് പോലും വമ്പിച്ച വളർച്ചയുണ്ടാകാൻ മാവൂർ ഗ്വാളിയർ റയോൺസ് സഹായിച്ചു. പക്ഷേ താമസിയാതെ തന്നെ കമ്പനി ചാലിയാറിലേക്ക് വിഷജലം ഒഴുക്കുന്നു എന്നൊരു പരാതി ജനങ്ങളുടെ ഇടയിലുണ്ടായി. അങ്ങനെ പരിസര മാലിന്യത്തിനെതിരായി ഒരു വമ്പിച്ച മുന്നേറ്റം തന്നെ മാവൂരിലുണ്ടായി. തുടക്കത്തിൽ വാട്ടർ പൊല്യൂഷൻ മാത്രമാണ് നാട്ടുകാർ ശ്രദ്ധിച്ചത്. പിന്നീട് എയർ പൊല്യൂഷനും രൂക്ഷമായി. ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു. മാവൂരിലെ സാമൂഹ്യ പ്രവർത്തകനായിരുന്ന അബ്ദുൾ റഹിമാൻ്റെ അച്ഛൻ ക്യാൻസർ ബാധിച്ച് മരിച്ചു. അതോടുകൂടി അദ്ദേഹം പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. പിന്നീട് സമര നേതാവായ അബ്ദുൾ റഹിമാൻ തന്നെ ക്യാൻസർ ബാധിച്ച് മരിച്ചു. അതോടുകൂടി പ്രക്ഷോഭം ശക്തിപ്പെടുകയും പരിസ്ഥിതിവാദികൾ അക്രമാസക്തരാവുകയും ചെയ്തു. ഗ്വാളിയർ റയോൺസ് ഫാക്ടറിയുടെ പല പൈപ്പുകളും പൊട്ടിക്കുവാൻ നാട്ടുകാർ തയ്യാറായി. എന്ന് മാത്രമല്ല, നിലമ്പൂർ കാടുകളിൽ നിന്ന് മുള വെട്ടുന്നതും വമ്പിച്ച വനനശീകരണം ഉണ്ടാക്കുന്നതായി നാട്ടുകാർ കണ്ടെത്തി. അവസാനം പ്രക്ഷോഭം വിജയിക്കുകയും ഗ്വാളിയർ റയോൺസ് ഫാക്ടറി അടച്ചുപൂട്ടുകയും ചെയ്തു. ഉയർന്ന ശമ്പളം കൊടുത്തിരുന്ന ഈ ഫാക്ടറി പെട്ടെന്ന് അടച്ചുപൂട്ടിയപ്പോൾ തൊഴിലാളികൾ പലരും അനാഥരായി. കമ്പനി പൂട്ടിയതിൻ്റെ പ്രയാസം കൊണ്ട് ദുരിതമനുഭവിച്ച 13 തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തു. വളരെ ജനകീയമായൊരു സമരമായിരുന്നു മാവൂരിൽ നടന്നിരുന്നത്. മാവൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പട്ടിണി ജാഥ പോലും അന്ന് സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ധാരാളം സ്ത്രീകളും കുട്ടികളും സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ ജനകീയ പങ്കാളിത്തമുള്ള പരിസ്ഥിതി സമരമായിരുന്നു മാവൂർ ഗ്വാളിയർ റയോൺസിനെതിരായി സംഘടിപ്പിക്കപ്പെട്ട സമരം. അങ്ങനെ ഫാക്ടറി അടച്ചുപൂട്ടുകയും ബിർളയും സംഘവും സ്ഥലം വിടുകയും ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയും മാവൂർ ഒരു ദരിദ്ര പ്രദേശമായി മാറുകയും ചെയ്തു.
കഴിഞ്ഞ 20 വർഷമായി ഗ്വാളിയർ റയോൺസ് കമ്പനിയുടെ ഭൂമി വെറുതെ കിടക്കുകയാണ്. പണ്ടുകാലത്ത് ഫാക്ടറി ജീവനക്കാർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സുകൾക്കുള്ളിൽ കൂടി മരങ്ങളും വള്ളിപ്പടർപ്പുകളും വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ധാരാളം പാമ്പുകളും വന്യമൃഗങ്ങളും ഇപ്പോൾ ഫാക്ടറി പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. സ്ഥലം ഇപ്പോഴും ബിർളയുടെ ഉടമസ്ഥതയിലായതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങണമെന്ന നാട്ടുകാരുടെ കാലങ്ങളായുള്ള ആവശ്യം കേരള ഗവൺമെൻറ്റിന് പരിഗണിക്കുവാനും പറ്റുന്നില്ല. വളരെ ഉയർന്ന മൂല്യമുള്ള ഈ സ്ഥലം സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കുവാനാണ് ബിർളയുടെ ഭാവി പദ്ധതി എന്നറിയുന്നു.